ഹലോ അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും വർത്താനം സുഖമല്ലേ? നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നും നമ്മൾ അടുക്കളയ്ക്ക് തന്നെ വന്നേക്കാണ് കേട്ടോ. ഇന്ന് കുറച്ച് നേരമൊക്കെ വൈകിയിരിക്കുന്നു, മഴ കൊണ്ടേ അടുപ്പത്തേക്ക് വരാൻ. അപ്പോൾ ഇന്നലെ കുറച്ച് പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടീനു, അതായിട്ട് ഓട്ടാടയൊക്കെ ഉണ്ടാക്കട്ടെ എഴുതിക്കാണ്ടേ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോൾ പിന്നെന്താ കുറച്ച് ബത്തൾ വാങ്ങിയേനു കേട്ടോ. ഇതൊക്കെ ബത്തൾ അത് ഇന്നലെയാണ് മുറിച്ച് വെച്ചൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയാണ് വന്നപ്പോഴാണ് മുറിച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയാൽ ഓട്ടാടിക്കൊരു കറിയായി, പിന്നെന്താ ചോറ്റക്കും കൂട്ടാനായല്ലോ. അപ്പോൾ പിന്നെ ചോറ് മട്ടാൽ മതിയല്ലോ, പണികളൊക്കെ എളുപ്പമാണ് കഴിഞ്ഞോളല്ലോ അല്ലേ. അപ്പം ഇന്ന് ചെറിയൊരു ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയട്ടോ, ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ കറി വെക്കുകയാണ്, ബത്തളായിട്ട് കറി വെക്കുകയാണ്. തുള്ളി വെളിച്ചെണ്ണ അറന്നുകാണ്ട് അതിക്ക് ഉലുവട്ട് കൊടുത്തു. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ചാച്ചതാട്ടോ. കറിവേപ്പിലിട്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക. അതൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയിട്ടാ. ഞാൻ എന്നാലും ഇപ്പം ഇങ്ങനെ ഏതായാലും ഇപ്പം അടുക്കളയിൽ ഇങ്ങനെ നിൽക്കല്ലേ, അപ്പം അതിൻ്റെ ഇടയിൽ കൂടി പറയാന്നുള്ളൂ. 2 പച്ചമുളകും കയറിയിട്ട് കൊടുക്കുക കേട്ടോ. 2 പച്ചമുളക് മതി. പിന്നെന്താ തേങ്ങ അരച്ചുകാണ്ടുള്ള മീൻകറിയാണ്. അപ്പോൾ തേങ്ങയ്ക്ക് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് തേങ്ങ അരച്ചതാണ്. അപ്പോൾ ആ ഉണ്ടല്ലോ, പച്ചമുളക് 2 എടുത്തിട്ടുള്ളൂ. എന്നും പറയണ കാര്യം നമ്മളെ വീഡിയോക്ക് കയറാൻ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. ലൈക്ക് കൊടുത്തുകാണ്ട് കണ്ടു തുടങ്ങിക്കോളി. പുതുതായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അക്സ് വ്ളോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താളി. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യട്ടാ. എല്ലാവരും നല്ല 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 അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിരിക്കണു, അൽഹംദുലില്ലാ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തേങ്ങ അരച്ചതാട്ടപ്പോൾ ഈ പാർന്ന് കൊടുത്തത്. പിന്നെ എന്തൊക്കെ ഞങ്ങളവിടെയൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴ കേട്ടോ, 3 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. മഴ ഉണ്ടാവട്ടെ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അത് പിഴിഞ്ഞിക്കാണ്ടേ അതിക്കാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ എല്ലായിടത്തും നല്ല സ്പെഷ്യലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞായറാഴ്ചയൊക്കെ അല്ലേ, എല്ലാവർക്കും ലീവുള്ള ദിവസമൊക്കെ ആകുമ്പോഴേ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും. കല്യാണമൊക്കെ ഉണ്ടാ കേലൊക്കെ മഴയത്തൊക്കെ നല്ല കല്യാണമൊക്കെ ഉണ്ടായാലേ നല്ല രസമാണ് അല്ലേ. ഇപ്പോൾ കറി തിളച്ച് വന്ന് നമ്മൾ ഈ തക്കാളി കഷ്ണം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം തരാ ചായ മാത്രം ഇട്ട് കൊടു സിനിമ. അവന് ചായ കൊടുക്കണം. എന്നാ റിസു എൻ്റെ അപ്പുന്നാ
ഇതോ നല്ല കടി. അത് നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നത്തളക്കറി രാവിലെ തന്നെ ഉണ്ട്. ഇന്നലെ മീൻ കിട്ടി. തലേന്ന് മീൻ കിട്ടിയതുകൊണ്ടേ രാവിലെ തന്നെ ഇനിയിപ്പോൾ എന്താ കറി വെക്കാൻ, എന്നിപ്പോൾ എന്താ കൂട്ടാനെന്ന് തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. നല്ല കറിയൊക്കെ ആയി. ചായ കുടിക്കുക. അപ്പം ഞങ്ങൾ ചായ അടിച്ചണേ. രാവിലത്തെ ചായ ഓട്ടടയും നല്ല ബത്തള തേങ്ങ അരച്ചത് മീൻകറിയും കൂട്ടിക്കാണ്ട് ചായ കുടിച്ചാണ്. പണ്ട് കറി പോയിട്ട് കള്ളച്ച് തിന്നാൻ കിട്ടുക. അപ്പം ഞങ്ങൾ കെട്ടിച്ചത് ഇന്നെ കെട്ടിച്ച അന്നത്തെ കാലം തന്നെ. അന്ന് കെട്ടിക്കൊണ്ടുപോയ അന്ന് എത്ര കൊല്ലമായപ്പോൾ 24 കൊല്ലമായി. വല്ലതൊക്കെ വല്യമ്മേലും ഇങ്ങനെ പറഞ്ഞു കേട്ടുകാണ്ടുള്ള അറിവല്ലേ ഞാൻ പണ്ടത്ത് അറിയണ്ടേ. നമ്മളാരും ഇറങ്ങാറില്ലല്ലോ. പിന്നെ എന്നെ കെട്ടിക്കൊണ്ടിട്ട് 24 കൊല്ലമായി. അന്ന് തന്നെ ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നും അരിച്ചിട്ടാണ് അവിടെ ഞാൻ അവിടുന്ന് പറഞ്ഞ കുഞ്ഞാൻ്റെ പരിയത്ത് പറയണ്ടേ. എന്നിട്ട് അന്ന് തന്നെ പിന്നെന്താ 24 കൊല്ലമല്ലായിട്ടുള്ളൂ. അപ്പോൾ അന്ന് തന്നെ ഈമച്ചി കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ആൾക്കാരില്ലേ. അന്ന് പിന്നെ അവളില്ല, ഇളച്ചില്ലല്ലോ, ആമല്ല. ഞാൻ നസീമാത്തയും പിന്നെ എന്താ പിന്നെ 3 ആണുങ്ങളും ഞാൻ ഇപ്പിന് ചാപ്പ പിന്നെ ബാപ്പു ഈമച്ചിയൊക്കെ അല്ലേ. അപ്പോൾ കടി ഉണ്ടാക്കുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഓട്ടാടൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം ഉണ്ടാവുള്ളൂ. ഓട്ടാടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു കഷ്ണം, ആണുങ്ങൾക്ക് ഒരു 1.5 ഓട്ടാട അങ്ങനെ കേൾക്കാറും എടുത്തുകാൻ പാത്രത്തിൽ ഇങ്ങനെ മൂടിയേക്കലാണ്. ഓരോരുത്തർക്ക് ഓരോ പാത്രമാണ്. ഇപ്പം അത്രയിച്ച എടുക്കുള്ളൂ. പിന്നെ ഒരു മാസം തയ്ക്കണ്ടേ വിചാരിച്ചാൽ അത്രേ എടുക്കുള്ളൂ. അപ്പം എന്നിട്ട് എനിക്ക് വിശക്കൂട്ടാ. ഒരു കഷ്ണം ഓട്ടാടെ മേലൊക്കെ വെള്ളം അറിയില്ലല്ലോ. അപ്പം ഞാൻ തേട്ടൊന്നും ചോറുണ്ടാവും, തലേന്നത്തെ ചോറുണ്ടാവൂലേ, ആ ചോറ് എടുത്തുകാണ്ട് വെച്ചു. അപ്പോൾ പിന്നെ ആ ചോറ് എടുത്തുകാണ്ട് വെച്ചാലും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. കാരണം ആ ചോറ് ഉച്ചക്ക് ചോറ് അരി തീമിടുമ്പോൾ ഇതെല്ലോണം വറ്റി കഴുകിക്കാണ്ട് ആ അരി കണ്ടിട്ട് കൊടുക്കലാണ്. അതേമാതിരി പള്ളേക്കത്തിൽ അറിയും. പള്ളേക്കത്തിൽ പറഞ്ഞാൽ 10-11 മണിയാകുമ്പോൾ നമ്മൾ പണിയൊക്കെ തിരുമ്പലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു കഷ്ണം ഓട്ടാടുന്നതല്ലേ ഈ കാലം. അപ്പോൾ ആ പഴയ ചോറുണ്ടാവും ഇങ്ങനെ ഓട്ടപാത്രത്തിൽ കഴുകി വാരി വെച്ചേക്കണം. പുതിയ ചോറ് അടുപ്പത്ത് തീമിട്ടിട്ടുണ്ടാവും. അത് തിളച്ച് വരുമ്പോൾ ഈ ചോറ് അതിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് കുറച്ച് ചോറെടുത്ത് വെച്ചാനൊക്കെ പുതിയ കാരം. പക്ഷെ പേടിച്ചിട്ട് വെച്ചൂല. സംഭവം അങ്ങനെയാണ് അന്നത്തെ കാലം. അന്നൊക്കെ എങ്ങനെ അറിയോ, അരിച്ചാക്ക് അടവിനെടുക്കുക. അല്ല ഞാനേ അരിച്ചാക്ക് കുഞ്ഞാനെയാണ് അടവിനെടുക്കൽ. എന്നിട്ട് കാരണം ഒന്നിച്ച് കൊടുക്കാൻ പൈസ ഉണ്ടാവില്ല. അടവിനെടുത്തുകാണ്ട് പിന്നെ ആഴ്ചക്ക് ഒരു പൈസക്ക് വരുമ്പോൾ കാരണം അരിച്ചാക്ക് 5 കിലോന് 10 കിലോന് കൊടുത്തിട്ട് കാര്യമില്ല അമ്മ വരില്ലേ. എന്നിട്ട് കുറച്ചീച്ച പൈസ ആഴ്ചക്ക് കൊടുക്കലാണ്. അന്ന് 50 ഉറുപ്പ്യാണ് ഇപ്പച്ച് കിട്ടൽ. എല്ലാ വെള്ളിയാഴ്ച രാവിലെ വരും. നമ്മൾ ചായ അടിച്ചപ്പോഴേക്കാർ അടവേരം വരില്ലേ. ചില ഓർമ്മ ഉണ്ട് അതൊക്കെ. കുറേ പരി പോകാളല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോൾ അതിനത്രയും കാലം വയ്ക്കണപ്പോൾ അതൊക്കെ കാരണം ഇപ്പച്ചക്ക് അന്ന് 50 ഉറുപ്പ്യ കിട്ടുള്ളൂ. കാസറ്റ് കടിയിലാണെന്ന്. അപ്പോൾ നമ്മളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ചായ അടിച്ച പാത്രങ്ങളൊക്കെ മോറി എടുത്തേക്കട്ടെ. അതിൻ്റെ ഈ ചെറിയ അരി ഓന് തീമട്ടക്കണം. കുറേ അരി കഞ്ഞി നല്ല പനിയാണ്. അപ്പോൾ ഒത്തും കുടിച്ചൊന്നും തോന്നണമൊന്നുമില്ല. അപ്പോൾ കഞ്ഞി തീമട്ടൊക്കെ അതിൻ്റെ വെള്ളമെങ്കിലും കൊടുത്താൽ ഒരാക്കം കിട്ടിക്കോട്ടെ വിചാരിച്ചുകാണ്ടേ പാത്രം കകൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അകടിച്ചേരി തുടക്കാൻ തിരുമ്പാൻ ഒക്കെ ഉണ്ട്. പാത്രങ്ങളൊക്കെ ഓരോന്ന് മോറി എടുത്തേക്കട്ടെ കേട്ടോ. നല്ല മഴയുണ്ടോ. മഴേനേക്കാളും കൂടുതൽ കാറ്റാണ്. കാറ്റടിച്ചുമ്പോൾ പേടിയാവും. എന്തൊക്കെയോ ഇങ്ങോട്ട് പൊളിഞ്ഞാടണ മാതിരി ഇങ്ങോട്ട് തോന്നുക. ചെവി ഇങ്ങോട്ട് പൊത്തി പിടിച്ചാണ്. ഞാൻ സീറ്റും അതും ഇതൊക്കെ അവിടുന്നും ഇവിടുന്നൊക്കെ ആയിട്ടേ പാറിയിട്ട് ഇങ്ങോട്ട് എന്തൊരു സൗണ്ടാണ് അറിയോ, പേടിയാവുക. പിന്നെന്താ, പിന്നെ അകടിച്ചേരലൊക്കെ കഴിഞ്ഞ് പിന്നെ ആരും ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. സീനൊക്കെ പോയി. പിന്നെ അകടിച്ചേരലൊക്കെ കഴിഞ്ഞ് കണ്ട് തുടക്കാൻ പുറപ്പെടുകയാണ് കേട്ടോ.
ചീത്തല നന്നായിട്ട് തായേരിയിലാണ്, നല്ല വെള്ളമാണ്. അപ്പോൾ അതൊക്കെ നല്ലോണം തുടച്ചെടുക്കട്ടെ. ഇപ്പോൾ ചെറിയൊരു മഴയുള്ളൂ, അപ്പോൾ പിന്നെ തുടക്കട്ടെ വിചാരിച്ചിക്കാണ്ട്. അല്ല നല്ല മഴ ചെയ്യുമ്പോൾ തുടച്ചിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ ചെയ്ത് നന്നാക്കട്ടെ. കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ട്, എല്ലാവരും ചെരുപ്പും ഉണ്ട്. അതൊക്കെ ഈ മുറ്റത്ത് ഇട്ടാൽ ഈ മഴ ഇടുമ്പോഴും കാറ്റടിച്ചുമ്പോൾ ഒലിച്ച് പോവുകയാണ്. റോട്ടുമ്പോൾ കൂടി ഇങ്ങനെ വെള്ളം പോകുമ്പോൾ ഒലിച്ച് പോവുക. അപ്പോൾ ഞാൻ പറയില്ല, നിങ്ങളാരും മുറ്റത്ത് ഊരിടേണ്ട. ഏതായാലും തായേരിയിൽ ചീത്തലടിച്ച് വെള്ളം എന്നറിയില്ലേ, ആ തായരൻ്റെ ആ മൂലക്കൽ ഊരിട്ടാണ്ട് എല്ലാവരും ഇട്ടാൽ പുറത്ത് സ്റ്റെപ്പുമ്മലൊന്നും ഊരിടേണ്ട. നായ്ക്കളും ഉണ്ട്, കടിച്ചുകൊണ്ടുപോകും ചേച്ചി, നല്ല നല്ല ചെരുപ്പുകളല്ലേ. അപ്പോൾ എല്ലാവരും തായേരിയിലാടൽ. അപ്പോൾ തായരെല്ലാണ്ട് വൃത്തിയാക്കിയപ്പോൾ ചെരുപ്പൊക്കെ ഞാൻ പുറത്തേക്ക് വലിച്ചിട്ടുകാണ്ട് അതൊക്കെ നമ്മൾ തേച്ചിയാക്കി വെക്കട്ടെ വിചാരിച്ചിക്കാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്. റിസുവിൻ്റെ ചെരുപ്പൊക്കെ കണ്ടില്ല, ഞങ്ങൾ വെള്ള ചെരുപ്പാണ്. അതൊക്കെ തേച്ചിയാക്കി വെള്ള കളർ തന്നെ ആക്കണം. അപ്പോൾ തുടക്കൽ കഴിഞ്ഞിട്ടാണ് അതൊക്കെ നല്ലോണം പിന്നെ തേച്ചിയാക്കിക്കാണ്ട് തായേരി തന്നെ കൊടുന്നേക്കണം. അപ്പോൾ ഓരോരോ പണികളൊക്കെ ഇങ്ങനെ കഴിച്ചാണ്. അതിൻ്റെ ഇടയിൽ റിസോന് കുറുമ്പ് വെച്ചാൽ ഞാൻ പിന്നെ കുറുമ്പ് തന്നെ അല്ല, അവൻ നടക്കണില്ല. അവൻ കുറുമ്പ് കളിക്കാണ്ട് എടുക്കാൻ വേണ്ടി നൊലോളിച്ചാണ്. ഒരു നൊലോളി. ജലദോഷം ഉണ്ടായിട്ടേ, പനി കൂടുതലായിട്ടൊന്നുമില്ല, ചെറുതായിട്ടുള്ളൂ പനി. അപ്പോൾ ഓനൊക്കെ തെട്ടിക്കാണ്ടാണ് ഓരോ പണികളൊക്കെ എടുക്കുന്നത്. ഒന്നിനും അയക്കണില്ല. അപ്പോൾ കറി ആ രാവിലെ തന്നെ അയക്കണമല്ലോ, വത്തൽ കറി. ചോറും അവിടെ ഊറ്റി വെച്ചേക്കണം. പിന്നെ ഇതാ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി വെച്ചു. പിന്നെ സമ്മന്തിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കൂട്ടാൻ. അപ്പോൾ ചോറും കറിയായി, അടിച്ചലും തുടക്കലും മോറലൊക്കെയാണ് കഴിഞ്ഞ്. തിരുമ്പാളത് മെഷീന് ഇപ്പം നാളെ കുഞ്ഞാണി നന്നാക്കിട്ടോ. ഉണക്കുണ്ട് ശരിയായിട്ടില്ല, തിരുമ്പുണ്ട് കുഴപ്പമില്ല. അപ്പം എല്ലാം കൂടി അയ്യോ കൊണ്ടുപോയിട്ട് കണ്ടാണ് കറക്കുകയാണ്. അതൊക്കെ ഇറക്കിക്കാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ ഇറങ്ങി പോന്നൊക്കെയാണ്. ബെഡ്ഷീറ്റൊക്കെ സീനൊക്കെ പോയപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേറെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പം നമ്മളെ തിരുമ്പലും കൂടി എല്ലാ പണിയും കഴിഞ്ഞു വിട്ടാൽ ചോറ് കഴിച്ചാണ്ട് ഓൻ രസം കഞ്ഞി കൊടുത്താട്ടെ, എന്നിട്ട് വേണം ചോറ് കഴിച്ചാൻ. നമ്മളെ റിസുവിന് പനിയാണ്. ഓൻ ഹോസ്പിറ്റലിൽ പനിൻ്റെ അടിയിൽ കൂടി പോയി കൊണ്ടുപോയി കൊടുന്നപ്പോൾ ഞാൻ പോയിട്ടില്ല, കുഞ്ഞാണിയെ പോയിൻ്റെ. ഓന് ജലദോഷമുണ്ട്, പനിയുണ്ട്, ചോലി ചാടിയിട്ടേക്കും. അപ്പോൾ ഓന് ജസ്റ്റ് കുറേ കഞ്ഞൊക്കെ തീമിട്ട് കാണാൻ അതൊക്കെ മുക്കി കൊടുക്കുകയാണ്. ചെറിയൊരു ഡെമോ ലൈഫാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെന്താ, നമ്മളെ വീഡിയോക്കൊക്കെ ലൈക്ക് കൊടുക്കുക. പുതുതായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അഫ്സ വ്ളോഗ് ചാനൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.